നമസ്കാരം. മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നായികയാണ് കാവ്യ മാധവൻ. ചന്ദ്രനുദിക്കുന്ന എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് പരിചിതയായി. പിന്നീട് നിരവധി സിനിമകൾ, നിരവധി കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചു. എന്നും അയൽപക്കത്തെ പെൺകുട്ടി തന്നെയാണ് കാവ്യ മാധവൻ. ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഇന്ന് കാവ്യയുടെ തിരിച്ചുവരവിനായി പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ തന്നെ കാവ്യയുടെ അഭിനയത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സംവിധായകനും സിനിമാറ്റോഗ്രാഫറുമായ പി സുകുമാറിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. നടൻ ദിലീപുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ചും അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മമ്മൂക്കയിൽ നിന്ന് മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത ഒരു സാധനം കാവ്യയിൽ നിന്നും വന്നു. കാശി എന്ന പേരിൽ വാസുന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയുടെ തമിഴുണ്ടായിരുന്നു. ആ സിനിമയുടെ സീനുകളൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാകുമല്ലോ, അഭിനേതാക്കൾ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുകയെന്ന്. വളരെ ന്യൂ ആൻസേഴ്സ് വേണ്ട സീനാണ്. എങ്ങനെ കാവ്യ അത് പെർഫോം ചെയ്യുമെന്ന ചിന്തയുണ്ടായിരുന്നു. ഫസ്റ്റ് ടേക്കിൽ കാവ്യമാധവൻ റിയാക്ട് ചെയ്ത രീതി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഭയങ്കര ബ്രില്യന്റ് അഭിനേതാവിന് അത്തരത്തിൽ പെർഫോം ചെയ്യാൻ കഴിയും. ആ രംഗത്തോടു കൂടിയാണ് കാവ്യമാധവന്റെ അഭിനയ മികവ് മനസ്സിലാക്കുന്നത്. മമ്മൂട്ടിയുടേത് പറയുകയാണെങ്കിൽ കറുത്ത പക്ഷികൾ എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട്. എല്ലാ പ്രതീക്ഷയും തകർന്ന് തരിച്ചു നിൽക്കുന്ന ഒരു രംഗം. മമ്മൂട്ടിയുടെ മകളുടെ കഥാപാത്രത്തിന് നടി മീനയുടെ കഥാപാത്രത്തിന്റെ കണ്ണ് കിട്ടില്ലെന്ന് അറിയുന്ന രംഗമാണ്. സൈലന്റ് രംഗമാണ്. പക്ഷെ മമ്മൂക്ക ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അതുപോലൊരു പെർഫോമൻസ് ആയിരുന്നു, സുകുമാർ പറഞ്ഞു. അമ്മ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. അമ്മയിൽ മത്സരിക്കുന്ന സ്ത്രീകൾക്കെതിരെയെല്ലാം കേസുകൾ വന്നിട്ടുണ്ട്. ശ്വേതയ്ക്കെതിരെ, കുക്കുവിനെതിരെ, അങ്ങനെയെല്ലാം. ഒരു സ്ത്രീ തലപ്പത്ത് വരുന്നത് കൊണ്ട് എന്താ പ്രശ്നം? സ്ത്രീയായി ഇന്ദിരാഗാന്ധി നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നില്ലേ? സ്ത്രീകൾ തലപ്പത്തേക്ക് വരുന്നതിനെയൊക്കെ മോശമായി കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ വൃത്തികെട്ട ചിന്താഗതിയാണ്. ശ്വേത മേനോനെതിരെ കേസ് വന്നപ്പോൾ അവരുടെ കുടുംബം വേദനിച്ചു എന്ന് പറയുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ദിലീപിന്റെ കാര്യത്തിലും ഇതല്ലേ സംഭവിച്ചത്? ദിലീപിനും കുടുംബമില്ലേ? 2 മക്കളില്ലേ? അമ്മയില്ലേ? ശ്വേതയ്ക്കെതിരെയൊക്കെ കേസ് വന്നത് വെറും പൊളിറ്റിക്സ് ആണ്. ഇതൊക്കെ നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ശ്വേത മേനോൻ അഭിനയിച്ച സിനിമകളെക്കുറിച്ച് നല്ല ധാരണ ഉള്ളവരാണ് അവിടെ ഉള്ളത്. ശ്വേതയ്ക്കെതിരായി കേസ് കൊടുത്ത ആൾക്കെതിരെ കേസ് പോകണം എന്ന് പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. ദിലീപിനെതിരായ കേസും സിനിമയിലെ ചെളിവാരിയറിയലിന്റെ ഭാഗമാണെന്നാണ് വിശ്വസിക്കുന്നത്. ദിലീപ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ ദിലീപിനെതിരായ കേസ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കേസ് ദിലീപിന്റെ കുടുംബത്തിലെ ഓരോരുത്തരെയും ബാധിച്ചത് എങ്ങനെയാണെന്ന് വ്യക്തമായി അറിയുന്ന ആളാണ് ഞാൻ. ദിലീപിന്റെ കൂടെ ധാരാളം സിനിമകൾ ചെയ്തിട്ടുണ്ട് ഞാൻ. ഒരു പക്ഷേ ഞാൻ കൂടുതൽ സിനിമകൾ ചെയ്തതും ദിലീപിന്റെ കൂടെ ആയിരിക്കും. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായ സൊലയിൽ ദിലീപ് ആയിരുന്നു നായകൻ. ആ സിനിമയിൽ എന്റെ പാർട്ണർ മധു വാര്യരായിരുന്നു. മായാമോഹിനിയിലും ദിലീപ് ആയിരുന്നു നായകൻ, പാർട്ണർ മധു വാര്യരും. ഇതൊക്കെ നമ്മുടെ സർക്കിളാണ്. മഞ്ജു വാര്യരും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് മൊമെന്റ് വരെയും അവരെയൊക്കെ വിശ്വസിക്കാനല്ലേ നമുക്ക് സാധിക്കും. അങ്ങനെയേ പാടുള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ദിലീപ് അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പി സുകുമാർ പറയുന്നുണ്ട്. അതേസമയം തന്നെ മലയാള സിനിമാ പ്രേക്ഷകരും മാധ്യമങ്ങൾ ഒരുപോലെ ചർച്ച ചെയ്ത ഒന്നാണ് ദിലീപിന്റെയും കാവ്യമാധവന്റെയും വിവാഹം. പ്രശസ്ത താരം മഞ്ജു വാര്യരുടെ ഭർത്താവായിരുന്നു ദിലീപ്. മുൻ ഭാര്യയുമായി നിയമപരമായി ബന്ധം വേർപ്പെടുത്തി 2 വർഷങ്ങൾക്ക് ശേഷമാണ് തനിക്കൊപ്പം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന നായിക കാവ്യമാധവനെ ജീവിതസഖിയാക്കുന്നത്. വിവാഹത്തിന് മുൻപ് ഫേസ്ബുക്ക് ലൈവിൽ വന്നപ്പോൾ തന്റെ പേരിൽ ബലിയാടാക്കപ്പെട്ട കാവ്യ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൂട്ടാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് നടൻ പറഞ്ഞിരുന്നു. എന്നാൽ ഒപ്പം തന്നെ ഈ വിവാഹത്തിന് താൻ തയ്യാറായത് മകളായ മീനാക്ഷിക്ക് വേണ്ടി കൂടിയാണെന്ന് ദിലീപ് വെളിപ്പെടുത്തിയിരുന്നു. നടനും മഞ്ജു വാര്യരും വേർപിരിഞ്ഞപ്പോൾ മീനുട്ടി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഇരുവരുടെയും മകൾ അച്ഛനൊപ്പം തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. താൻ രണ്ടാമതൊരു വിവാഹം ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്നും തനിക്ക് താങ്ങായി നിന്ന തന്റെ ഓമന മകളാണെന്നാണ് അന്ന് നടൻ പറഞ്ഞത്. പിന്നീട് ഒരിക്കൽ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ എങ്ങനെയാണ് കാവ്യമാധവനെ വിവാഹം ചെയ്യുന്ന കാര്യം താൻ വീട്ടിൽ അവതരിപ്പിച്ചതെന്ന് ദിലീപ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. നടിയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത് പ്രണയം കൊണ്ടല്ല എന്നും കാവ്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് തന്നോടൊപ്പം ചേർത്ത് ഗോസിപ്പുകൾ വന്നതിന് ശേഷം അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കണ്ടപ്പോഴാണ് അവരെ വിവാഹം ചെയ്താൽ എന്ത് എന്ന് ചിന്തിച്ചതെന്നാണ് അന്ന് ദിലീപ് പറഞ്ഞത്. പ്രണയം എന്ന് പറയുകയല്ല, കാവ്യ എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചു ഈ കാര്യം. കാവ്യ വിവാഹം ആലോചിച്ചാലോ എന്നാണ് ദിലീപ് പറഞ്ഞത്. അന്ന് നടൻ ഈ കാര്യം തൻ്റെ മകൾ മീനാക്ഷിയുടെ തീരുമാനത്തിനാണ് വിട്ടത്. എനിക്കറിയാവുന്ന ആളല്ലേ, എനിക്ക് ഇഷ്ടമണച്ച എന്നാണ് കാവ്യമാധവനെ വിവാഹം ആലോചിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ മകൾ മീനുട്ടി മറുപടി പറഞ്ഞതെന്ന് ദിലീപ് വെളിപ്പെടുത്തിയിരുന്നു. മോളുടെ മറുപടി കേട്ടപ്പോൾ നമ്മൾ ഇനി അവരുടെ വീട്ടിൽ ചോദിക്കണമല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഇതിന് വിപരീതമായ റിയാക്ഷനാണ് കണ്ടത്, ദിലീപ് വെളിപ്പെടുത്തി. കാവ്യമാധവന്റെ അച്ഛൻ മാധവനും അമ്മ ശ്യാമളയ്ക്കും ആദ്യം ഈ ബന്ധം ശരിയാകുമോ എന്ന് നേരിയ സംശയം ഉണ്ടായിരുന്നെങ്കിലും ജാതകങ്ങൾ തമ്മിൽ ചേർന്നതോടെ ഇരു വീട്ടുകാരും ചേർന്ന് കാര്യങ്ങൾ ഉറപ്പിച്ചു. വിവാഹം നടക്കുന്നതിന് ഒരാഴ്ച മുൻപാണ് ദിലീപ് ആലോചനയുമായി എത്തിയതെന്ന് കാവ്യ ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു.
തന്റെ മകൾക്ക് ഇന്നും ഒരു തുണയായി നല്ലൊരു സുഹൃത്തായി കാവ്യമാധവൻ മാറണമെന്ന് മാത്രമാണ് ആഗ്രഹിച്ചതെന്നും ദിലീപ് പറഞ്ഞു. അവളെ നന്നായി നോക്കുന്ന, ഉൾക്കൊള്ളുന്ന, നന്നായി അറിയാവുന്ന ഒരാൾക്കല്ലാതെ ആ കമ്മ്യൂണിക്കേഷൻ ശരിയാവില്ല. പിന്നെ അത് എന്റെ അടുത്ത ഏറ്റവും വലിയ തലവേദനയാകും. ഇപ്പോൾ കാവ്യയോട് പോയിട്ട് നീ നാളെ മുതൽ ഈ കുഞ്ഞിന് അമ്മയാവണമെന്ന് പറയാനാവില്ല. കാവ്യയ്ക്ക് ഒരിക്കലും ഇത്രയും വലിയ കുട്ടിയുടെ അമ്മയാവാനും പറ്റില്ല. മീനുട്ടിക്ക് ഇനിയൊരു അമ്മയെ ഉൾക്കൊള്ളാനും പറ്റില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നാണ് ദിലീപ് വെളിപ്പെടുത്തിയത്.